മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മുനമ്പം ഭൂമി തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നതാണ്. മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകിക്കഴിഞ്ഞു. അന്തിമ വിധി വരുന്നും വരെ നികുതി ഈടാക്കണം എന്നാണ് റവന്യൂ വകുപ്പിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വസ്തു ഉപയോഗിച്ച് ലോൺ എടുക്കാനും കെട്ടിട പെർമിറ്റ് ലഭിക്കാനുമുള്ള തടസ്സം മാറിയെന്ന് മുനമ്പം കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ 24 വ്യക്തമാക്കി. ആ കേസിലും ഗവൺമെൻറ് എഗ്രി ചെയ്തു, നികുതി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം അതിനുള്ള അനുവാദം കിട്ടി. അവർക്ക് ലോൺ എടുക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വലിയ ദുരിതത്തിലായിരുന്നു അവർ. അവർക്കൊരു വലിയ ആശ്വാസമാണ് ഈ കോടതി വിധി. ഏതെങ്കിലും രീതിയിൽ വിധികൾ അവർക്കെതിരായിട്ട് വരുവാണെങ്കിലും ഗവൺമെൻറ് അവരെ സംരക്ഷിക്കും. അതിനാണ് കമ്മീഷൻ റിപ്പോർട്ട് ചോദിച്ചേക്കണേ. അത് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലതാമസം ഇല്ലാതെ അവരുടെ പ്രശ്നം അന്തിമമായിട്ട് പരിഹരിക്കപ്പെട്ടതെന്ന് ഞാൻ ആശംസിക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണമെന്നാണ് മുനമ്പം സമരസമിതിയുടെ ആവശ്യം. വഖഫ് ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ അവർ വരികയാണെങ്കിൽ അതും അതിൻ്റെ ഒരു വിധി വന്നതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടും. പക്ഷേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ശക്തമായ വാദം നടത്തിയതിൻ്റെ പേരിൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള വ്യക്തമായ ഒരു ഉത്തരവ് മേലിലുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടിയ ആശ്വാസം. ഇതിനിടെ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മുനമ്പത്ത് ഭൂമി ഉടമകളിൽ നിന്ന് കരം സ്വീകരിച്ചു തുടങ്ങി. നിതിൻ അംബുജനാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേർന്ന്. നിതിൻ, മുനമ്പ നിവാസികൾ എങ്ങനെ കോടതി ഉത്തരവിനോട് പ്രതികരിക്കുന്നു? വിവരങ്ങൾ എന്തൊക്കെയാണ് നിതിൻ? ഉന്മേഷ്, മുനമ്പം ജനതയെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന്റെ ഒരു ദിനമാണ്. കാരണം കാലങ്ങളായി അവർ തുടരുന്ന സമരമാണ്. ആ സമരത്തിന് ഇന്നൊരു താൽക്കാലിക ആശ്വാസമുണ്ടായിരിക്കുന്നു. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക്, കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലേക്ക് മുനമ്പത്തെ ആളുകൾ എത്തി അവർ കരമടച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 പേർ ഇതിനകം തന്നെ കരമടച്ചിട്ടുണ്ട്. 4 മണി വരെ കരമടക്കാനുള്ള സമയമുണ്ട്. ഇനി കൂടുതൽ പേർ ഇവിടെ വന്ന് കരം അടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2022 ജനുവരിയിലാണ് ഇവർക്ക് കരമടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത്. അതിനുശേഷം വലിയ പ്രതിഷേധമുണ്ടായി, സമരങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച സമരം എന്ന നിലയിലേക്ക് വരെ മുനമ്പത്തെ സമരം മാറിയിരുന്നു. രാഷ്ട്രീയ പിന്തുണ അടക്കം തന്നെ പല ഇടങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നു. അങ്ങനെയുള്ളൊരു സമരത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ ഇപ്പോൾ കരം സ്വീകരിക്കാമെന്ന നിർദ്ദേശം വന്നതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ ഏതാണ്ട് 10 പേരുടെ കരം ഇതിനും തന്നെ സ്വീകരിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ പേരുടെ കരം ഇന്ന് തന്നെ അടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമരസമിതിയും ഇതിൽ വലിയ ആശ്വാസത്തിലാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2022 ശേഷം അവർ കാലങ്ങളായി വലിയ പ്രതിസന്ധിയിലൂടെ പോകുകയായിരുന്നു. നിയമ നടപടിയായിരുന്നു. അങ്ങനെ ദേശീയ ശ്രദ്ധ ആകർഷിച്ച സമരം, നിയമവ്യവഹാരം, ഇതിനിടയിലാണ് ഇപ്പോൾ ഏതാണ്ട് അവർക്കിപ്പോൾ കരമടക്കാനുള്ളൊരു അവകാശം അല്ലെങ്കിൽ ആ ഒരു സാധ്യത വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ സന്തോഷത്തിലാണ് സമരസമിതിയുള്ളത്. മാത്രമല്ല മുനമ്പം ജനത ആ നിലയിൽ തന്നെയാണുള്ളത്. 610ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഓരോരുത്തരും ഏതാണ്ട് 10 പേർ ഇതിന് തന്നെ കരമടച്ചു. ഇനിയിപ്പോൾ കൂടുതൽ പേർ കരമടക്കാൻ എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നാളെ കൂടുതൽ പേർ ഇവിടെ കരമടച്ച് അവരുടെ ആ ഒരു ഈ സമരം എന്തിനാണോ അവർ നടത്തിയിരുന്നത് അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് പോകുന്ന എന്നൊരു ആശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി സമരം ഏത് നിലയിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അത് തുടരുന്ന കാര്യത്തിലടക്കം നാളെ ഒരു കോർ കമ്മിറ്റി ചേർന്നുകൊണ്ടാകും അതിൻ്റെ ഒരു ഭാവി തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ട് തീരുമാനം നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് നേരത്തെ സമരസമിതി നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 10 പേർ ഇതിനെ തന്നെ കരമടച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ പേർ അല്പസമയത്ത് തന്നെ കരമടക്കാൻ ഇവിടെ എത്തും. 4 മണി വരെ കരമടക്കാനുള്ള സമയമുണ്ടെന്നാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്മേഷ്, ഇതിനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുനമ്പം കമ്മീഷൻ റിപ്പോർട്ട് വന്നതാണ്, സർക്കാരിന്റെ പരിഗണനയിലുള്ളതാണ്. കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളുണ്ട്. എന്തൊക്കെ കടമ്പകൾ ഇനി ബാക്കിയുണ്ട് മുനമ്പം നിവാസികൾക്ക് നിതിൻ? ഇനിയൊരു അന്തിമ വിധി കൂടി വരേണ്ടതുണ്ട്. ആ അന്തിമ വിധിക്ക് മുന്നോടിയായി തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഭാഗത്തും ഒരു താൽക്കാലിക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ താൽക്കാലിക ഇടപെടൽ ഉണ്ടായതിന് പിന്നാലെയാണ് അവർ കരമടക്കാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസത്തിലാണ് മുനമ്പം ജനത. ഇനി പക്ഷേ ഒരു അന്തിമ വിധി കാത്തിരിക്കുകയാണ്. പക്ഷേ അന്തിമ വിധിക്ക് അവർ അനുകൂലമാകും അല്ലെങ്കിൽ മുനമ്പം ജനതയ്ക്ക് അനുകൂലമാകും എന്നൊരു പ്രതീക്ഷയിലാണുള്ളത്. ആ നിലയിൽ ഒരു ഇടപെടൽ എന്തായാലും സർക്കാരിന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്തും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് മുനമ്പം സമരസമിതി നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഈ കരമടക്കാനുള്ളൊരു കരം സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ തന്നെ അവർ വലിയ ആശ്വാസത്തോടെയാണ് ഈ ഒരു ഉത്തരവിനെ സ്വാഗതം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിന് മുന്നോടി ഇവർ ഓരോരുത്തരും ഇപ്പോൾ കരമടക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്തിമവിധി വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാണുന്നത്. ആ ഒരു നിലയിൽ തന്നെ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് മുനമ്പം സമരസമിതി പ്രതീക്ഷിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.